അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഹൊറർ ഗെയിമുമായിട്ടാണ് ഗൈസ്. നിങ്ങളെല്ലാം റോബ്ലോക്സ് ഇട്ട് പക്ഷേ അതൊന്നും കണ്ടില്ല. അപ്പോൾ നമ്മുടെ ഹൊറർ ഗെയിമായിട്ടാണ് വന്നേക്കണത് ഗൈസ്. ഇത് നമ്മുടെ മെറ്റൽ എന്ന് പറഞ്ഞ ഒരു ഹൊറർ ഗെയിമാണ് ഗൈസ്. ഇതിൽ ഇതുവരെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ കളി തുടങ്ങി, നമ്മൾ ഏതോ ഒരു കേജിനുള്ളിലാണ്. ഇവിടെ നമ്മൾ എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കണം. പക്ഷേ ഈ കേജിൽ നിന്ന് പുറത്തിറക്കാൻ ലോക്ക് പിക്കോ വല്ലതും ഉണ്ടോ? പക്ഷേ അവിടെ നമുക്കൊരു ലോക്ക് പിക്ക് കിട്ടി. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു ഇത് കളിച്ച് നോക്കാൻ നല്ല ഗെയിമാണെന്ന്. അങ്ങനെ നമ്മൾ ഇത് കളിച്ച് നോക്കാൻ പോവാണ്. നമ്മൾ ഈ ലോക്ക് പിക്ക് വെച്ച് ഇത് തുറക്കണം. നമ്മൾ ലോക്ക് പിക്ക് വെച്ച് ഇത് തുറന്നിട്ടുണ്ട്. ഐ ഹാവ് ടു ലീവ് ദിസ് ഫക്കിംഗ് പ്ലേസ്. അത് എന്തൊക്കെയാണ് പറയണേ. പക്ഷേ ഇവിടെ ഇതിലെന്തോ ഒരു മാനിയാക്ക് നമ്മളിങ്ങനെ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കി വരുമെന്നാണ് എൻ്റെ കൂട്ടുകാർ പറയുന്നത്. പിന്നെ ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. ഇവിടെ ഒരു കലണ്ടർ മാറ്റാൻ പറ്റും. ഇവിടെ എന്തോ സംഭവം ഉണ്ട്. നമുക്ക് കലണ്ടർ തിരിച്ചു വയ്ക്കാം. പിന്നെ ആ മാനിയാക്ക് ശബ്ദം കേട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഫ്രഞ്ച് ഉണ്ട് കേസ്. മാനിയാക്ക് ശബ്ദം കേട്ട് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനത്തിന് മാറ്റം വരുത്തിയാൽ അയാൾ നമ്മളെ കൊന്നുകളയുമെന്നാണ് കേസിൽ പറയണേ. ഇവിടെ എന്തോ സംഭവമുണ്ട്. ഇവിടെ ഒരു ബക്കറ്റൊക്കെ ഉണ്ട്. ഇത് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ ഒരു ഡോറുണ്ട്. നമുക്ക് ഇവിടെ ഒന്നും കാണാനില്ല. ഇവിടെ ഒരു ബോക്സിൽ 5 എന്ന് എഴുതുന്നുണ്ട്. ലോക്ക് പിക്ക് വെച്ച് ഇത് ലോക്ക് ബോക്സ്. ഈ ബോക്സ് നമുക്ക് ഈ ലോക്ക് പിക്ക് വെച്ച് തുറക്കാൻ പറ്റുമോ നോക്കുകയാണ്. പക്ഷേ തുറക്കാൻ പറ്റുന്നില്ല. നമുക്ക് തുറക്കാൻ പറ്റുന്നില്ല. ഈ സൈഡിലുള്ള ഈ ബോക്സിൽ 5 എന്ന് എഴുതിയിട്ടുണ്ട്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 5 എന്ന് എഴുതിയിട്ടുണ്ട്. സൈഡിലുണ്ടോ ഈ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് എന്തോ കാറ്റിൻ്റെ ഇതൊക്കെ വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ഗിയർ ഉണ്ട്. പക്ഷേ ഇത് വെച്ചാണ് നമ്മൾ ഈ കേജിന് ഷോക്ക് അടിപ്പിക്കുന്നത്. അയാൾ കൊല്ലുന്ന ഇങ്ങനെയാണെന്നാണ് എൻ്റെ കൂട്ടുകാർ പറയുന്നത്. നോ ഇലക്ട്രിസിറ്റി. പക്ഷേ ഈ പാനലിൽ ഇലക്ട്രിസിറ്റി ഇല്ലെന്നാണ് വയസ്സ് പറയണേ. ഇവിടെ നിന്നൊരു വയറ് പോയിട്ടുണ്ട്. ഇതാണ് ആ ഡോറ്. ഇവിടെ എന്തോ സംഭവമുണ്ട്. കീ ബിഹൈൻഡ് ഗ്ലാസിൻ്റെ പുറകിൽ കീ ഉണ്ടെന്നാണ് ചേച്ചി പറയണത്. അപ്പോൾ അത് നമുക്ക് എടുക്കണമെന്നാണ് ഇതിൽ പറയണേ. ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. ബോക്സ് നമുക്ക് ഒന്നുകൂടെ തുറക്കാൻ പറ്റുമോ നോക്കാം. ഇത് പറ്റുന്നില്ല. ഈ ബോക്സിനകത്ത് സത്യത്തിൽ അപ്പോൾ എന്തോ ഉണ്ട്. ഇത് തുറന്നാലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ആവശ്യമൊക്കെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നണേ. ഇവിടെ ഒരു റോപ്പ് ഉണ്ട്. ക്യാൻ യു നമ്മളാ റോപ്പ് താഴെ എഴുതി ഗൈസ്. ഇവിടെ ഒരു പേപ്പർ കിട്ടി. കീ ബിഹൈൻഡ് ഗ്ലാസ്. ഇത് ഞാൻ നേരത്തെ കണ്ടാണ് ഗൈസ്. എല്ലാം നേരത്തെ കണ്ടതാണ് ഗൈസ്. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ട്യൂണിങ് ഒരു മാസമാണ് ഗൈസ്. കീ ബിഹൈൻഡ് ഗ്ലാസ് നമ്മളിത് തുറന്നു ഗൈസ്. ഇവിടെ ഒരു പേപ്പർ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പാസ്വേഡ് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത്. പാസ്വേഡ് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത്. അതെന്തിനാണ് അങ്ങനെ കൊടുത്തതെന്ന് മനസ്സിലാവില്ല. ഇവിടെ ഒന്നുമില്ല. പക്ഷേ ഇവിടെ 7 എന്ന് പറഞ്ഞൊരു നമ്പറുണ്ട്. പക്ഷെ അവിടെ 5ഉം ഇവിടെ 7 എന്ന് പറഞ്ഞൊരു നമ്പറുണ്ട്. ഇതെന്തായാലും കോഡാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ മോളിൽ വേറൊന്നുമില്ല. പിന്നെ ഇവിടെ ഒന്നും കാണാനില്ല. ഫ്രഞ്ച് ഇതിൻ്റെ അകത്തുണ്ട്. നമുക്ക് ഈ ബോക്സ് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യാൻ നോക്കാം. നമ്മൾ എത്ര എണ്ണം പറ്റിയാലും നമ്മൾ പിന്നെ നോക്കിക്കൊണ്ടിരിക്കും ഗൈസ്. ലോക്ക് പിക്ക് വെച്ച് സത്യം ബോക്സ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ഇലക്ട്രിസിറ്റി ഇല്ല. ഇവിടെ ഒരു അലാറമൊക്കെ ഉണ്ട്. ലോക്ക്ഡ് ഫ്രം ദി അതർ സൈഡ് അപ്പുറത്തെ സൈഡിൽ നിന്ന് ലോക്കായിട്ടിരിക്കുകയാണ്. ഇതിൽ ഡോർ വിത്ത് ഇലക്ട്രോണിക് ലോക്ക്. നമ്മൾ ഇവിടെ ഇലക്ട്രോണിക് ലോക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ എന്തോ ഉണ്ട്. കണ്ടിട്ടൊരു ഹാമർ പോലെ ഇരിക്കും. നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. നമുക്ക് അപ്പുറ സൈഡിൽ കൊണ്ട് എടുക്കാം. ഇതിൻ്റെ അടിയിലുള്ള ഹാമർ. നമുക്കൊരു ഹാമർ കിട്ടി ഗൈസ്. ഈ ഹാമർ വെച്ച് നമുക്ക് ഇതിൻ്റെ ഗ്ലാസ് പൊട്ടിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണ. ആ കീ എടുക്കുന്ന എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നമുക്ക് ഈ ഹാമർ കീ ബിഹൈൻഡ് ഗ്ലാസ് ഈ ഹാമർ വെച്ചിട്ട് കീ പൊട്ടിക്കാം. ഗോഡ് ഡാം ഇറ്റ്, വാട്ട് ദ ഹെൽ. ഒരു സെക്കൻഡ്സ് കാണിക്കുന്നുണ്ട്. അയാളിപ്പോൾ വരുമെന്നാണ് എനിക്ക് തോന്നണ. ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ തുറന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വച്ചിട്ടുണ്ടോ? ഒന്നും വച്ചിട്ടില്ല. ഇതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ എല്ലാം ഒരു ചേഞ്ചും ഇല്ലല്ലോ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഞാൻ ഒരു ചേഞ്ചും വരുത്തിയിട്ടില്ലെന്നാണ് എനിക്ക് ഉറപ്പില്ല. നമുക്ക് സൈഡിൽ ഇവിടെ ഹിൻഡ് കിട്ടും. ടൈമിങ് നിന്നു. അയാൾ എപ്പോൾ വേണോ വരാം. എൻ്റെ മോനെ ഗൈസ്, പക്ഷെ ഒരു മാസ്ക് ഇട്ട ആള്. അയാൾക്ക് എന്തെങ്കിലും ഇത് കണ്ടുപിടിക്കുമോ എന്തോ. സംതിങ്സ് റോങ്. എന്താണോ എന്തോ. റോപ്പ്. ഓ ഗൈസ്, ആ റോപ്പ്. ഓ നമ്മളിപ്പോ കൊല്ലും. റോപ്പ്
ഞാൻ അത് തിരിച്ചു വയ്ക്കാൻ പറ്റുമായിരുന്നോ എന്ന് എനിക്കറിയില്ല ഗൈസ്. നമ്മളങ്ങനെ പിന്നെയും വന്നിരിക്കുകയാണ് ഗൈസ്. നമുക്കൊരു കീ കിട്ടിയായിരുന്നു അതിൻ്റെ അകത്തുനിന്ന്. ആ കീ വെച്ച് ഇത് തുറക്കാൻ പറ്റുമോ ഗൈസ്. നമ്മളെ ലോക്ക് പിക്ക് പോയി. നമുക്ക് ഈ പ്രാവശ്യം കൂടെ ലോക്ക് പിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മളെ ലോക്ക് പിക്ക് പോയി. കേജ് അടച്ചിടാൻ പറ്റത്തില്ല. നമുക്ക് ഈ കീ വെച്ച് ഇത് തുറക്കാൻ പറ്റുമോ നോക്കാം. ഇത് നമുക്ക് തുറന്ന് കഴിച്ചു. ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ടേപ്പും പിന്നെ വേറെന്തോ ഒരു സാധനം കിട്ടി. ഒരു മെറ്റൽ സോയും കിട്ടി. മെറ്റൽ സോ വെച്ച് നമുക്ക് ഇത് പൊട്ടിക്കാൻ പറ്റുമോ നോക്കാം. ഇത് സ്റ്റാപ്പിൾ ചെയ്ത് പൊട്ടിക്കാൻ പറ്റത്തില്ല ഗൈസ് മെറ്റൽ സോ വെച്ച്. ഇതെന്തോ ഒരു വടി ടൈപ്പ് സംഭവമാണ് ഗൈസ്. നമ്മൾ കാലണ്ടർ തിരിച്ചവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി റോപ്പ് തള്ളിയിടണ്ട ഗൈസ്. നമുക്ക് ഈ ടേപ്പ് വെച്ച് എന്തോ ചെയ്യാമെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ഇവിടെ ഒരു വയർ കട്ടായിട്ടുണ്ട് ഗൈസ്. ഗൈസ് നമ്മൾ ടേപ്പ് അവിടെ യൂസ് ചെയ്തു. ഇതിൻ്റെ ഇലക്ട്രിസിറ്റി വന്ന് മനസ്സിലായി ഗൈസ്. ഗൈസ് ഇവിടെ ലോഗിൻ ചെയ്യാൻ നമ്മൾ എന്തോ കോഡ് അടിക്കണം. 1 2 3 4 എന്നാണ് ഇപ്പോൾ കിടക്കണ. ഇതല്ല, നമ്മൾ വേറെന്തോ ഒരു കോഡ് അടിക്കണമെന്നാണ് ഇതിൽ പറയണേ. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ഇവിടെ ഇങ്ങനെ ഉണ്ട് ഗൈസ്. ഇവിടെ ഒരു 8 ഉണ്ട് ഗൈസ്. ഇതാണോ അതിൻ്റെ കോഡെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇതിൻ്റെ കോഡ് ഇവിടെ ഒരു 8. ഇതിൻ്റെ ഡയറക്ഷനാണ് ഗൈസ്. ഇതിന് മനസ്സിലായി ഗൈസ്. നോർത്ത് വെസ്റ്റ് സൗത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ആയിരുന്നു അതിൻ്റെ പാസ്വേഡ്. ഇതിൻ്റെ ഈ കാറ്റിൻ്റെ ഡയറക്ഷൻസ് ആണ് കാണിക്കുന്നത്. -23. നമ്മൾ കുറച്ച് കണക്കൂട്ടലൊക്കെ ചെയ്യേണ്ടതുണ്ട് ഗൈസ്. നമ്മൾ മാത്സ് പ്രോബ്ലം ഒക്കെ നമ്മൾ പ്രൊഫഷണൽ അല്ലേ ഗൈസ്. അതുകൊണ്ട് കുറച്ച് മാത്സ് പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യേണ്ടതുണ്ട്. അതപ്പോൾ ഇപ്പോൾ ഇവിടെ പാസ്വേഡ് നോക്കാം. നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് ആണ് ഗൈസ് പാസ്വേഡ്. നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത്. അപ്പോൾ ഗൈസ് ഇതിങ്ങനെ നോക്കുകയാണെങ്കിൽ നൈറ്റ് മോർണിംഗ് വെസ്റ്റ് ഒന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. നമ്മൾ കാറ്റിൻ്റെ ദിക്ക് എങ്ങോട്ടാണ് പോകുന്നത്? ലെഫ്റ്റ് സൈഡിലോട്ടാണ് ഗൈസ് പോണത്. അപ്പോൾ നമ്മൾ ഇത് -23°, ഇത് നമ്പർ ഫ്രൈഡേ സൺഡേ. മനസ്സിലായി. ഇവിടെ 5 ഉണ്ട് നമ്പർ 5. ഇവിടെ 2 5 2 7 5 2 7. ഇവിടെ 8 5 2 7 8. ഇതാണോ പാസ്വേഡെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. 5 2 7 8 അല്ലെങ്കിൽ തീർന്നു. 5 2 7 8 7. ഓക്കെ, ട്രൈ അഗൈൻ ആഫ്റ്റർ 36 സെക്കൻഡ്. അയ്യോ, നമ്മൾ ഒന്നും ഇതായിട്ടില്ലല്ലോ ഗൈസ്. എല്ലാം നമുക്ക് നോക്കണം വിശദമായിട്ട്. ഒന്നും ആയിട്ടില്ല ഗൈസ്. നമുക്ക് കയറാം. 17 16 സെക്കൻഡാണ് ഗൈസ്. കയറി അടയ്ക്കുക ഗൈസ്. നമ്മൾ ആ ബോക്സ് അടച്ചിട്ടു. 10 സെക്കൻഡ് 9 8. ആ ടൈമർ പോയി. പെട്ടെന്ന് കയറണം. രക്ഷപ്പെട്ടു ഗൈസ്. എങ്ങനെയെങ്കിലുമൊക്കെയാണ് രക്ഷപ്പെട്ടത്. അയാൾ വന്നു. അയാൾ നോക്കുകയാണ്. എനിക്ക് അറിയത്തില്ല പെടുവോ. സംതിങ്സ് റോങ്. ഞാൻ എന്തോ ചെയ്ത്? ഞാനെല്ലാം അവിടെ കറക്റ്റ് ആയിട്ടാണ് വെച്ചത്. രക്ഷപ്പെട്ടു ഗൈസ്. ഗോഡാം ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ അയാൾ പോയി. എൻ്റെ മോനെ ഗൈസ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇതല്ല ഗൈസ് കോഡ് നമുക്ക് നോക്കാം. നമ്മൾ ബുദ്ധി പ്രയോഗിക്കണം. നമ്മളെ ബുദ്ധിയൊക്കെ പ്രയോഗിച്ച് നമ്മൾ കോഡ് അടിച്ചിട്ടുണ്ട്. കോഡ് 7285 എന്നായിരുന്നു കോഡ്. നമ്മളിവിടെ ഡോറ് ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. ഡോറ് എലിവേറ്റർ. അങ്ങനെ 2 ക്ലൂ ആയിരുന്നു. അതിൽ ഡോറ് നമ്മൾ ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്തൊരു കക്കൂസിലാണ് എത്തിയത്. സ്ക്രൂഡ് ആയിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇവിടെ എന്തോ സൈഡുണ്ട്. ഇത് ആസിഡ്. മെറ്റൽ സോ വെച്ച് നമുക്ക് ഇത് മുറിക്കാൻ പറ്റുമോ? ഇല്ല, മെറ്റൽ സോ വെച്ച് ഇതൊന്നും പറ്റിയില്ല. ഇതിൻ്റെ മുകളിൽ എന്തോ ഉണ്ട്. ഡോർ ബോൾട്ട് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ലേ ഗൈസ്. ഇവിടെ മുകളിൽ എന്തോ സംഭവമുണ്ട്. നമുക്കിനി ഇവിടെ ഇതിൻ്റെ അകത്തൊന്നും കാണാനില്ല. ഇത് മുകളിൽ ഇതെന്താ സംഭവം? ശബ്ദം കേട്ട് കഴിച്ചാൽ അതിൽ നിന്ന് അതിൻ്റെ അകത്ത് നമുക്ക് എന്തോ കിട്ടി. ലിവറാ. നമുക്ക് എന്തോ ഒരു ലിവർ കിട്ടി കഴിച്ച്. നമുക്ക് പെട്ടെന്ന് പോകണം. ഡോറ് മറ്റേന്ന് അടയ്ക്കാൻ പറ്റുള്ളൂ. നമുക്കിത് ഡോറ് ക്ലോസ് കൊടുക്കാം. ഇതങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കയറാൻ പൈസ. ഒന്നും മാറിയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം ഗൈസ്. ബോക്സൊക്കെ അടച്ച് തന്നെ വച്ചേക്കാണ്. ടൈമർ പോയി. നമുക്ക് പെട്ടെന്ന് കയറണം. നമ്മളെങ്ങനെ രക്ഷപ്പെട്ടു ഗൈസ്. ഇനി അയാൾ വന്നാലേ എന്താണ് സംഭവം എന്ന് അറിയാവൂ. അങ്ങനെ അയാൾ വന്നു.
നമുക്ക് ഈ കേജി കയറാതെ ഇരുന്ന എന്ത് സംഭവിക്കും നമുക്ക് നോക്കി നോക്കിയൊരു ഗൈസ്. വേണ്ട ഗൈസ്, ചുമ്മാ ചാവണം എന്തിനാണ്? സംതിങ്സ് റോങ്. ഈശ്വരാ ഒന്നും കണ്ടുപിടിക്കല്ലേ. ഒന്നുമില്ല ഗൈസ്, അങ്ങനെ രക്ഷപ്പെട്ട് നമ്മള്. ഇത് അത്യാവശ്യം ഒരു എളുപ്പമാണെന്ന് തോന്നുന്നു. പക്ഷേ നമുക്ക് ചത്ത എത്ര ലൈഫ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഈ ലെഫ്റ്റ് സൈഡിൽ കാറ്റിൻ്റെ ഇത് ഈ സംഭവം ഉണ്ടോ ഈ ലെഫ്റ്റ് സൈഡിൽ, അത് വെച്ചാണ് നമ്മളിങ്ങനെ വെച്ചത്. നമ്മൾ ലിവർ ഇതിൽ വെച്ച് തിരിച്ച് ഗൈസ് നമുക്ക് ഫ്രഞ്ച് കിട്ടി. എനിക്ക് മനസ്സിലായി ഗൈസ്. ഫ്രഞ്ച് നമ്മുടെ ആ റൂമിലുള്ള ടോയ്ലറ്റിൻ്റെ അവിടെ ഉള്ള എന്തോ ഒരു സംഭവത്തിലാണ് ഗൈസ് ഉപയോഗിക്കേണ്ടിയിരുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഇത് നമ്മളങ്ങ് മാറ്റി. ഗൈസ് ഒരു വേഗം തുറന്നു വന്നു ഗൈസ്. പക്ഷെ ഇവിടെ നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ കിട്ടി. സ്ക്രൂ ഡ്രൈവർ വെച്ച് നമുക്ക് ഈ സ്ക്രൂ ഓണായി സംഭവം മാറ്റാം. പക്ഷെ ഇവിടെ നടത്ത ബോൾട്ട് കട്ടർ കിട്ടി. ബോൾട്ട് കട്ടർ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം ഗൈസ്. എല്ലാം പെട്ടെന്ന് കിട്ടുകയാണ്. ഇവിടെ നിന്ന് നെയിൽ പുള്ളർ. ഇവിടെ എന്തോ ഇതുണ്ട്, നമ്മൾ തുറന്നു വിട്ടു. നമ്മളെന്തോ ഒരു സംഭവം തുറന്നു വിട്ടു ഗൈസ്. പക്ഷെ ഇവിടെ നമുക്ക് വേറെന്തോ പിക്കപ്പ് പാർട്ടാ അങ്ങനെ എന്തോ ഒരു സംഭവം കിട്ടി. ഈ ആസിഡ് പോയപ്പോൾ നമുക്ക് ഇവിടെ ഈ നെയിൽ പുള്ളർ നമുക്ക് എന്തിനാണ്? പിക്കപ്പ് പാർട്ട് നമുക്ക് ഇവിടെ വയ്ക്കാമോ? പക്ഷെ നമ്മളൊരു പിക്കാക്സ് ആണ് ഗൈസ് ഉണ്ടാക്കാൻ പോണത് ഇതിൽ. ഈ നെയിൽ പുള്ളർ വെച്ച് നമുക്ക് ഈ നെയിൽ പുള്ളർ വെച്ച് മാറ്റാൻ പറ്റും. നമുക്ക് ഒരു പാർട്ട് കിട്ടി. കലണ്ടർ നമ്മൾ തിരിച്ചു വയ്ക്കാം. ഈ പാർട്ട് ഇവിടെ വെച്ചാൽ നമുക്കൊരു പിക്കാക്സ് കിട്ടി. എൻ്റെ മോനെ, നമുക്കൊരു പിക്കാക്സ് കിട്ടി. എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ പിക്കാക്സ് വെച്ച് ഇത് അടിച്ച് പൊളിക്കാം. പക്ഷെ ഇത് അടിച്ചു പൊളിച്ച് സമയം തരും. ഇത് അടിച്ചു പൊളിച്ചാൽ നമുക്ക് എന്നിട്ട് സൗണ്ട് കേൾക്കും. അപ്പം അയാൾ വരും. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഒളിക്കാം. നമുക്ക് അടിച്ച് പൊളിക്കാമെന്നാണ് എനിക്ക് തോന്നണേ. നോക്കാം. ശബ്ദം കേട്ടു ഗൈസ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഒളിക്കണം. പക്ഷെ അവിടെ കുറച്ച് ക്യാബിനറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അത് എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ ഒന്നുമില്ല. നമ്മൾ ഓഫാക്കി. അയ്യോ, ഓണാക്കി. ഡോറ് ക്ലോസ് ഓഫാക്കി. പക്ഷെ പെട്ടെന്ന് കയറണം. എനിക്കൊന്നും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളങ്ങനെ പെട്ടെന്ന് കയറി. നിങ്ങൾക്ക് പേടിയാവുന്നില്ലേ? നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. ആ ഒരു ഫീലാണ് ഗൈസ്. ഇയാളെന്തോ കഴിക്കാനുള്ള എന്തോ വന്നതെന്ന് തോന്നുന്നത്. ഇയാളെന്തോ കൊണ്ട് ഇവിടെ വെച്ചു. പക്ഷെ ഇയാളെ മാസ്ക് കണ്ടോ നിങ്ങൾ? ഇത് ഗെയിം തുടങ്ങുമ്പോൾ നമ്മളെ കുറേ ക്യാരക്ടേഴ്സ് കാണിക്കും. അത് ഓരോ ലെവലിലായിട്ടാണെന്നാണ് പറയണേ. പക്ഷെ ഇയാൾ എന്തോ കണ്ടുപിടിച്ചു എന്നാ തോന്നണേ. എനിക്ക് മനസ്സിലാത്തത് നമുക്ക് ഇറങ്ങി ഓടാൻ പറ്റും ഇതുവഴി അല്ലേ? ഇയാൾ പോകുമ്പോൾ ഇയാൾ ഡോർ ക്ലോസ് ചെയ്തിട്ടാണ് പോണത്. നമ്മളങ്ങനെ തുറന്നിറങ്ങി. ഇയാൾ കൊണ്ടുവന്ന ഇതിൽ നമുക്കൊരു ലിവർ ആം കിട്ടി ഗൈസ്. ഒരു ലിവർ ആം. ഇതെന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു ലിവർ ആമാണ് നമുക്ക് കിട്ടിയത്. അത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതുവഴി അകത്തോട്ട് പോവാം. ആരോ ബോഡിയൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ എന്തോ സംഭവം ഉണ്ട്. ഇവിടെ ഇതാണ് ഗൈസ് നമുക്ക് എലവേറ്റർ എന്ന് തോന്നുന്നു. അതിൻ്റെ അകത്ത് കിടന്ന അതാണ് എലവേറ്റർ എന്ന് തോന്നുന്നു. ക്യാബിനറ്റിലൊന്നും ഒന്നുമില്ല. അപ്പം നമുക്ക് ഈ എലവേറ്ററിൻ്റെ ഇത് നമുക്ക് ഓണാക്കാമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. നമുക്ക് ഈ എലവേറ്ററിൻ്റെ ഇവിടെയാണോ ഈ ലിവർ ആം വയ്ക്കേണ്ടത്? നമുക്ക് നോക്കാം. ഇവിടെ അല്ലേ ഗൈസ് ഇത് വയ്ക്കേണ്ടത്. ഫസ്റ്റ് യു നീഡ് ടു ലിഫ്റ്റ് ദ എലവേറ്റർ. നമ്മൾ എലവേറ്റർ മുകളിലോട്ടുണ്ടോ? അതിന് നമ്മൾ അവിടെ ചെന്നത്. അതിന് ശബ്ദം കേൾക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് എന്തായാലും ഇവിടെ വന്ന് നോക്കാം. നമുക്ക് ഇവിടെയാണ് ഈ ഡോർ ബോൾട്ട് വയ്ക്കേണ്ടത്. എന്നിട്ട് എലവേറ്റർ എനേബിൾ. നോ പവർ. പവർ ഇല്ലെന്നാണ് പറയണത്. ഈ വയർ ഇവിടെ എവിടോട്ടാണ് പോണേ നമുക്ക് നോക്കണം. പവറിന് നമ്മളിനി എന്തോ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെയൊന്നും വയറൊന്നും പോണില്ല. നമുക്ക് മെറ്റൽസോ എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. സത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. ഇവിടെ ഒരാളുടെ ബോഡി ഉണ്ട്. ഇതേപോലെ ഇവിടെ വന്ന് ചത്ത ഒരാളെന്ന് വന്ന് നമുക്ക് ഈ മെറ്റൽസോ വെച്ച് ഇതിനെ മുറിക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് മനസ്സിലാവണില്ല. അപ്പം നമ്മളിവിടെ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക ഗൈസ്. കമൻറ്റ് ബോക്സിൽ ഇടുക. കമൻറ്റ് ബോക്സിൽ ഇടാൻ കാര്യമില്ല. ഞാൻ ഇതിൻ്റെ കുറേ പാർട്സ് ഉണ്ടെന്നാണ് പറയണത്. ഈ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ബാക്കി പാർട്ടിന് വേണ്ടി കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ ബാക്കി പാർട്ട് കളിക്കുന്നതായിരിക്കും. ഇവിടെ ഇതൊരു വയറ് പോയിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്നൊരു വയറ് ഇങ്ങനെ പോയി
ഇതിൽ നിന്ന് വയറുത് അവിടെ ഉള്ള ഒരു ഇതിലോട്ട് പോയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. നോ പവർ എന്നാണ് കാണിക്കുന്നത്. ഇതിൽ നിന്ന് ഉള്ള വയറ് പോയി ഇത് ഇവിടോട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇത് ഓൺ ആക്കിയിട്ട് നോക്കിയാലോ. എലവേറ്റർ വാട്ട് ദാറ്റ് നോയ്സാ. അയാൾ വരുന്നു എലവേറ്റർ ഓൺ ആക്കിയപ്പോൾ. നമ്മൾ ആ ഡോർ ബോൾട്ട് വെച്ച നമ്മുടെ ഭാഗ്യം 20 സെക്കൻഡ് ഗൈസ്. ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് വരുമ്പോൾ വർഷങ്ങൾ എടുക്കുമല്ലോ. സെക്കൻഡുകൾ കുറവാണ്. അയാൾ എപ്പോൾ വേണോ വരാം. ഇത് വരുമ്പോൾ ഇനിയും വർഷങ്ങളെടുക്കും. എൻ്റെ മോനെ അയാൾ വന്നതാണ് തോന്നുന്നത്. നമ്മളെ ഡോർ ബോൾട്ട് ഇട്ടുകൊണ്ട് അയാൾ അടുത്ത് തട്ടുകയാണ്. നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ അകത്ത് കയറണം. ഇത് ഗ്ലിച്ചായി ഗൈസ്. ഇത് കയറാൻ പറ്റണില്ല. ഗ്ലിച്ചായി വന്നു. ലിവർ ആകാൻ വെച്ച് നമുക്ക് താഴോട്ട് പോവാണ്. ഓ ഗൈസ് അയാൾ പൊളിച്ച് നമ്മളെ കാണാനില്ല. നമ്മളങ്ങനെ അതിൽ നിന്ന് പോയി. നമ്മൾ രക്ഷപ്പെട്ടുവെന്ന് എനിക്കറിയില്ല. പക്ഷേ മെറ്റൽ സോ പിന്നെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മൾ ഇനി ചിലപ്പോൾ ഇനി ഒരു പ്രാവശ്യം കൂടെ ചത്താലോ. അപ്പോൾ നമുക്ക് ലോക്ക് പിക്ക് പോയി. അപ്പം മെറ്റൽ സോ ഉപയോഗിച്ച് തുറക്കാനായിരിക്കും ഗൈസ്. നമ്മളിവിടെ നിന്ന് എസ്കേപ്പ് ആയോ എന്നെനിക്ക് സംശയമുണ്ട്. എസ്കേപ്പ് ആയെങ്കിൽ സീനായിരിക്കും ഗൈസ്. ഓ ഗൈസ് നമ്മൾ താഴെ ഇവിടെ എത്തി. ഒരു പെണ്ണ് കിടന്ന് വിളിക്കണേ ഇതിൻ്റെ അകത്ത്. നമുക്ക് ആ പെണ്ണിനെ രക്ഷിക്കാൻ പറ്റുമോ? ലോക്കഡ് വിത്ത് കീ. ഇതിൻ്റെ അകത്തൊരു പെണ്ണ് കിടന്ന് വിളിക്കുന്നത് കാണാൻ പറ്റുന്നില്ല. ഒരു കീ വെച്ചാണ് ലോക്കാക്കി നിൽക്കുന്നത് പറയണ. ഏതോ ഒരു കീ വെച്ച് നമ്മളിവിടെ പുറത്തോട്ട് പോയതാണ്. നമ്മൾ റാണവേ ലെവൽ 10 ഫസ്റ്റ് ലെവൽ കഴിഞ്ഞു എന്നാ പറയണേ. ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കിടിലം വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ കാൾ ഓഫ് ഡ്യൂട്ടി, ഫ്രീ ഫയർ, ബാറ്റിൽ ഗ്രൗണ്ട്സ് അതുപോലൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. നമ്മളത് കളിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുപോലെ ബൈ.